ഹലോ കൂട്ടുകാരെ, കുഞ്ഞു കുട്ടികളെ പിച്ച വെച്ച് തുടങ്ങി ആ സമയം മുതൽ അവർ പലപ്പോഴും വീഴും, താഴെ വീഴും. വീണ്ടും അവരെന്ത് ചെയ്യും? എഴുന്നേൽക്കാൻ ശ്രമിക്കും. അവരാദ്യമൊക്കെ ഒന്ന് ചുറ്റുമുള്ളവരെ നോക്കും, ആരെങ്കിലും തനിക്ക് സഹായം തരാൻ വരുന്നുണ്ടോ എന്ന് നോക്കും. കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ പയ്യെ അവിടെ നിന്ന് എഴുന്നേൽക്കും. വീണ്ടും നടക്കാൻ ശ്രമിക്കും, വീണ്ടും വീഴും, വീണ്ടും നടക്കാൻ ശ്രമിക്കും. പതുക്കെ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കും. നടപ്പ് വേഗത്തിലാകും. അത് ഓട്ടത്തിലെത്തി മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. അവൻ വളരും, അല്ലെങ്കിൽ അവൾ വളരും. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. നമ്മൾ ചില സമയങ്ങളിൽ ഈ പിച്ച വച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ്. ഒരു എത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു നടക്കുന്ന ചില സമയങ്ങളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തോൽക്കരുത്. നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരുപാട് പേർ ചുറ്റും നിൽക്കും, പരാജയപ്പെടുത്താനായിട്ട് നോക്കും. എന്ത് ചെയ്യണം? വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കണം. ഏതെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് തുറന്നു തരും. ആ തുറന്നു കിട്ടുന്ന വഴിയിലൂടെ അതിവേഗം കുതിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ചൊല്ലില്ലേ, താങ്ങാൻ ആളുള്ളവന് തളർച്ച കൂടും എന്നാണ് പറയുന്നത്. താങ്ങാൻ ആളില്ലാത്തവർക്ക് തളർച്ച വരില്ല. കാരണം അവരെ എത്തിപ്പിടിക്കാൻ പോലും ആരുണ്ടാവില്ല. വീണ്ടെടുത്ത് തന്നെ കിടക്കത്തുള്ളൂ. സ്വയം എഴുന്നേൽക്കാനായിട്ട് എന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അവൾക്ക് അല്ലെങ്കിൽ അവന് എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, നിങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. നാളത്തെ പുലരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിലോ ജപ്തിയുടെ വക്കീലോ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തളരരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. ഒരു കാരണവശാലും അത് ചെയ്യാണ്ട് ശ്രമിക്കരുത്. അതൊരു പരാജയമാണ്. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നുമ്പോൾ നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി കടന്നു വരുന്നതായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഉയർന്നു വരുന്ന ആ കരങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തിരിച്ചു വരാനായിട്ട് പറ്റാത്തൊരു ലോകത്തേക്ക് നിങ്ങൾ എത്തിക്കഴിയും. അതിനാണ് എനിക്ക് പറയാനുള്ളത്. തളരാതെ മുന്നേറുക. താങ്ക് യു.